എൻ്റെ ഭാഗ്യമില്ലേമോ, എൻ്റെ ഭാഗ്യക്കുറവ് എൻ്റെ ആ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയത്. രണ്ടാളായാലും ഈ ഭർത്താവ് ഏറ്റവും കൂടുതൽ എന്നോട് പറയായിരുന്നു, നീ വലിയൊരാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, നീ ഇതുപോലൊന്നല്ല, ഇനിയും ലോകം മുഴുവനും നീ പാറിപ്പറന്ന് നടക്കണം. പക്ഷെ ഇപ്പം മാതാപിതാക്കളുടെയും ഭർത്താക്കന്മാരുടെയും നഷ്ടം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മ കുറെ ചിരിക്കുന്നത് കളിക്കുന്നത് ഒറ്റപ്പെടലാണ്. അവരെല്ലാം കാണുന്നുണ്ടാവും, സന്തോഷിക്കട്ടെ. അവിടെ ഭർത്താവില്ലാത്ത സ്ത്രീകള് ഞാൻ എന്നും പ്രാർത്ഥിക്കും, പഠിച്ചോനെ നീ ഒരാൾക്കും വിധവകളെ പേര് കൊടുക്കരുത് റബ്ബേ, അവരെ അനുഭവിക്കുന്ന വേദന. ഞങ്ങൾ മാനമര്യാദയിൽ പണി, ഞാൻ എൻ്റെ ഡ്രസ്സിങ്, ഞാൻ ഒരാളെ ഇതിലും എൻ്റെ ഡ്രസ്സിന് ഒരു കുറവ് വരുത്തിയിട്ടോ ഇസ്ലാമികപരമായിട്ട് അല്ലാത്തൊരിതിൽ ഞാൻ പാട്ട് പാടുമ്പോൾ ഒന്ന് ഡാൻസ് കളിച്ചെന്നുള്ളതുള്ളതാണ്. അല്ലാതെ തലി തുണി ഇടാതെ കണ്ടോ എല്ലാം എൻ്റെ അവയവങ്ങൾ കാണിച്ചിട്ടൊന്നല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അവർ കളിച്ചോട്ടെ. പക്ഷേ പടച്ചവനെന്ന് പറഞ്ഞ ശക്തി മേലുണ്ട്, നമ്മൾ ആർക്കും വിട്ടു കൊടുക്കാം, അള്ളാഹ്ക്ക് വിട്ടു കൊടുക്കാം. ആയിഷ ബിബിയാൾ മുഞ്ചിൽ ചമൈന്താനി ആനന്ദ. എനിക്ക് സംഗീതമോ സംഗതിയോ ഒന്നും അറിയില്ല, പക്ഷെ എന്തോ ആ പാടിയ പാട്ടിൽ ആയിഷ ബീബി വളരെ ഭയങ്കര ഹിറ്റായി. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്തത് അനാൻഷ. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ പോലും ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയും അദ്ദേഹത്തോടുള്ള ഒരു ഭയങ്കര ഒരു എന്തോ ഒരു കടപ്പാടാണ് എനിക്കിപ്പം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേജിലേക്ക്. തീർച്ചയായിട്ടും അവര് അനാൻഷ പറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗറാണെന്ന്. പക്ഷെ അനാൻഷ ഒരു വല്ലാത്ത സംഭവമാണ്. മനതരിയിലാണിന്നല്ലോ അബൂബക്കർ, മനവിയിൽ പുതു ഭത്തയൂരത്ത് ചൊങ്കിൽ, മനതരിയിലാണിന്നല്ലോ അബൂബക്കർ, മനതിയിൽ പുതു ഭർത്തയൂരത്ത് ചൊങ്കിൽ. സ്വന്തം അമ്മയ്ക്ക് ഏറ്റവും അടിയിൽ നിന്ന് തുടങ്ങിയ മ്യൂസിക് കരിയറാണ് ഇന്ന് അതിന്റെ ഏറ്റവും പീക്ക് അവസ്ഥയിലാണ് നിൽക്കുന്നത്. കണ്ണൂർ സീനത്തിന്റെ ഒരു ദിവസം 3-4 പരിപാടികൾ, രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ വീട്ടിലെത്തുന്നത് പിറ്റേ ദിവസം രാവിലെ 3 മണിക്കും 4 മണിക്കും, അതായത് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും, അത്രയും തിരക്കിട്ട പരിപാടികൾക്കിടയിൽ നിന്ന് കണ്ണൂർ സീനത്ത് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം മാം, ഭയങ്കര ഫാനാണ്. സ്റ്റേജിൽ കൊണ്ടുവരുന്ന എനർജി, സ്റ്റേജിൽ കളിക്കുന്ന ഡാൻസ്, അതൊക്കെ അൺബിലീവബിൾ, നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആൻഡ് ഈ പറഞ്ഞ പോലെ മ്യൂസിക് പ്രൊഫഷണലി പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനൊരു കൗതുകം കൂടാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? മ്യൂസിക്കിൽ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, പഠിക്കാത്ത ഒരാളാണ്. ഇതൊരു എൻ്റെ ഉപജീവന മാർഗമായിട്ട് കൊണ്ട് നടന്നാണ്. ആ, അതായത് പാട്ടുരംഗത്തേക്ക് മറ്റ് വലിയൊരു പേരും പ്രശസ്തി നേടാൻ വേണ്ടി വന്നതല്ല. എനിക്ക് എൻ്റെ നല്ല നിലയിൽ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം, നല്ല വീട്ടിൽ കിടന്ന് നല്ല കാറ്, ഇതൊക്കെ ചെറുപ്പത്തിലുള്ള എൻ്റെ സ്വപ്നമായിരുന്നു. അതിൽ നിന്ന് വന്നതാണ്. അല്ലാണ്ട് എനിക്ക് സംഗീതമോ സംഗതിയോ ഒന്നും അറിയില്ല. പക്ഷേ ജനങ്ങളുടെ എന്നെ അവര് എന്താ പറയാ ആ നെഞ്ചോട് ചേർത്തത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇപ്പോഴും നല്ല ഇതിലാണ് എന്നെ അവർ ഏറ്റെടുക്കുന്നത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോ തൊട്ട് തുറക്കുമ്പോ മൊത്തം കാണുന്നത് ആയിഷ ബീവിയുടെ പാട്ടുകൾ പാടുന്ന സീനത്ത് മാമിനെയാണ്. ഈ പാട്ട് എന്നെ പാടാൻ വേണ്ടി പറഞ്ഞിട്ട് 1.5 വർഷമായി എൻ്റെ പിറകെ ബാപ്പു വെള്ളിപ്പറമ്പും മൊയ്തു ഇവരും കൂടി എന്നെ വന്നിന്ന്, അവർ രണ്ടാളും കൂടി എന്നെ ഇതിലേക്ക് വിളിച്ചിട്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചതാ. പക്ഷെ ഓരോ ദിവസം എനിക്ക് ഭയങ്കര മടിയാ സ്റ്റുഡിയോയിലൊക്കെ പോയി പാടാൻ. ഇങ്ങനെ എപ്പോഴും സ്റ്റേജ് കിട്ടുമ്പോൾ സ്റ്റേജിൽ പോയിട്ട് പാട്ട് പാടുന്നില്ലാണ്ട് സ്റ്റുഡിയോ കുറവാണ്. പണ്ട് ഭയങ്കരമായിരുന്നു. സീനത്ത് വോളിയം 1, 2, 3, 4, 5, മഞ്ജുള സീനത്ത്, നീയാണ് സീനത്ത്, സീനത്തുൽ സിൽസില, പിന്നെ സീനത്തുൽ ബദർ, സീനത്തുൽ സുൽത്താന, ഇതൊക്കെ എൻ്റെ പേരിലാണ് അന്ന് ഈസ്റ്റ് കോസ്റ്റ് അവരൊക്കെ ഇറക്കിയത്. പക്ഷെ അതിന് ശേഷം ഒരു ചെറിയ ഇടവേള വന്നപ്പോൾ ഈ സ്റ്റുഡിയോ ഒക്കെ ഭയങ്കര മടിയായിരുന്നു എനിക്ക്. പക്ഷെ 1.5 വർഷങ്ങൾ മുമ്പ് ഏൽപ്പിച്ച ഞങ്ങൾക്ക് വന്നിട്ട് ഒന്ന് പാടിത്തരോ എന്ന് അവര് അതിനെ ബാപ്പുക്കും ഈ മൊയ്തു എന്ന് പറഞ്ഞ ആളും നമ്മളെ പുതിയതൊരു ഇക്ബാലിന്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് എന്നെ വിളിക്കുക, സീനത്ത് എവിടെ ഉള്ളതെന്ന് ചോദിച്ചിട്ട്. അന്നേരം ഞാൻ പറഞ്ഞവരും ഞാൻ കാസർഗോഡാണ്. സാരമില്ല, നീ കാസർഗോഡ് ആയിക്കോട്ടെ, ഞങ്ങൾ നിന്റെ വീട്ടിലൊന്ന് വീട് കാണാൻ വരുന്നുണ്ട്, അപ്പൊ ഞാൻ കിടന്നുറങ്ങാം. ഞാൻ പറഞ്ഞു ബാബുക്കാ വരണ്ടാതാ, ഞാൻ കാസർഗോഡ് വീട്ടിലെത്തി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെ ഒരു പാട്ട് പാടാൻ വേണ്ടി പോയിരുന്ന 5 പാട്ട് പാടി, ഒറ്റ പാട്ടോടെ 1.5 മണിക്കൂറിനുള്ളിൽ 5 പാട്ട് പാടി പൂർത്തിയാക്കി. അത് നമ്മൾ ഈ അസീസ് തായ്നേരിന്റെ സ്റ്റുഡിയോയിൽ പണ്ട് താരയാട്ട് റെക്കോർഡിങ്ങിൽ കേസറ്റിൽ പാടിയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ പാടുമ്പോൾ വരില്ല. പിന്നെ ഇന്നത്തെ പാട്ട് എന്ന് പറയുന്നത്, ടേക്ക് എടുക്കുന്ന പറയുന്നത്, അന്ന് ഒരു പാട്ടിന്റെ ഒരു വരി തെറ്റിപ്പോയാൽ ഫസ്റ്റ് തൊട്ടിട്ട് പാടണം.
ഇന്ന് കമ്പ്യൂട്ടറിൽ വേഗം 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 എടുത്തെടുത്ത് പോവാലോ. പക്ഷെ എന്തോ ആ പാടിയ പാട്ടിൽ ആയിഷ ബീബി വളരെ ഭയങ്കര ഹിറ്റായി. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് ഹെൽപ്പ് ചെയ്തത് അനാൻഷ. അനാൻഷയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ പോലും ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയും അദ്ദേഹത്തോടുള്ള ഒരു ഭയങ്കര ഒരു എന്തോ ഒരു കടപ്പാടാണ് എനിക്കിപ്പം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേജിലേക്ക്. തീർച്ചയായിട്ടും അവര് അനാൻഷ പറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗറാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ശരിക്കും സീനത്താൻ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള സിംഗറാണ്. അതായത് അവൻ അനാൻഷാന്റെ അടുത്ത് എത്തിക്കാൻ നമ്മൾ ശരിക്കും ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റേജാണെന്ന് പോലും ഞാൻ മറന്നു നോക്കുന്നുണ്ട്. കാരണം അനാൻഷാന്റെ അനിയന്മാരെ പ്രോത്സാഹനം, അനാൻഷാന്റെ ഉമ്മാന്റെ പ്രോത്സാഹനം. ഇപ്പോഴും ഫോൺ വിളിക്കത്താം, ഏത് സമയത്ത് അനാൻഷാനെ വിളിച്ചാലും ഉറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ അനാൻഷ ഫോൺ എടുക്കാതിരിക്കൂ. അല്ലാത്ത സമയത്ത് അനാൻഷ ഫോൺ എടുക്കും. എന്തേന്ന് ചോദിച്ചിട്ട് മറുപടി തന്നിട്ട് അനാൻഷ ഫോൺ. എത്ര തിരക്കുള്ള ആളാണ് അനാൻഷ. അങ്ങനെ എന്നെ ഒരു ആരും എനിക്ക് ആ സപ്പോർട്ട്, എൻ്റെ ഈ ജീവിതം ആരും എനിക്ക് എതിരാരൊന്നുമില്ല, എന്നെ ആരും വളരുന്നതിൽ നിരുത്സാഹപ്പെടുത്തുന്നവരുമില്ല. പക്ഷെ അനാൻഷ ഒരു വല്ലാത്ത സംഭവമാണ്. മനുഷ്യത്തുള്ള ഒരു മനുഷ്യൻ, ഭയങ്കര മനുഷ്യത്താണ്. ഞാനും അനാൻഷ ഇതിനു മുമ്പ് ഖത്തറിലുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും ഖത്തറിൽ പോയപ്പം അനാൻഷ ഇതുപോലെ എന്നോട് അവിടെ നിന്ന് പറഞ്ഞു, നമുക്കൊരു 4 പേര് സുർമ പാടിയിട്ടിടാല്ലേ. സത്യത്തിൽ ഞാൻ പറയട്ടെ, അന്ന് എനിക്ക് അനാൻഷൻ അങ്ങനെ അറിയില്ല, ആരാന്നറിയില്ല. കാരണം നമ്മളതായ ഏജിലുള്ള ഇതിലേക്ക് കുട്ടി, ഓൻ 10-25 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷെ അവിടുന്ന് എന്നോട് നമ്മളെ രഹന മാർക്കോസ് ഏട്ടനൊക്കെ പറഞ്ഞത് എന്നോട്, ഞാൻ ചോദിക്കാണ് പോലീസുകാരൊക്കെ ഇറങ്ങിയപ്പോ, ഇതെന്താണ് നമ്മൾ ഈ സ്റ്റേജിന്റെ അവിടെ ഇങ്ങനെ ജനങ്ങള്. അപ്പൊ പറയാണ് അനാൻഷാനെ കാണുമ്പോ. ഞാൻ പറയാം ആരാ അനാൻഷ. അപ്പൊ ഈ അനാൻഷക്ക് എന്നെ അറിയാം അനിയന്മാർക്ക്. അവരെന്നെ കണ്ടപാട് ആരുമില്ല എന്നെ അങ്ങ് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. എനിക്ക് ഇന്നും അനാൻഷ അനിയന്മാർ ചെയ്തത് എനിക്കിങ്ങനെ ഓർമ്മ വരാം. അതിനുശേഷം അനാൻഷ തന്നെ വേണ്ടി വന്നു ഇത്തിരി ഇതൊന്ന് ഹീറ്റാക്കി എടുക്കാൻ. ഭയങ്കര ഇതോ. ഇപ്പൊ അനാൻഷ കാസർഗോഡ് പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ മേലാറ്റൂർ ഒരു പരിപാടി ഉണ്ടായി. അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മേലാറ്റൂരിൽ സീനത്താനെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ സീനത്ത് ആരോടും പറയരുത്. അത് അവര് ചോദിച്ചത്ര സീനത്താനെ കിട്ടുമെന്ന്. അന്നേരം പറയാ സീനത്തില്ല, സീനത്തൊക്കെ ബിസിയാണ്. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അങ്ങനെ എന്നെ കൊണ്ടുപോയി. നമ്മള് റൂമില് അവരുള്ള റൂമിൽ അവിടെ കുറെ സിനിമക്കാരൊക്കെ ഷൂട്ടിങ്ങുകാരൻ നടന്മാരൊക്കെ, ഷാഫി കൊല്ല ഷാഫി അവരെല്ലാം ഉണ്ട്. എന്നെ അവര് വന്നിട്ട് ക്യാമറ ഓഫാക്കി ലൈറ്റ് ഓഫാക്കി എന്നിട്ടാണ് എന്റെ മേലെ കയറ്റിയത്. ആരും അറിയാൻ പാടില്ലല്ലോ, ഇവരും അനിയന്മാർ അവര് മാത്രമേ അറിയണുള്ളൂ. അവിടുന്ന് അതിനെ തിരിച്ചിട്ടും വണ്ടിയിൽ കയറ്റിയത് പർദ്ദ ഇട്ടിട്ട് മുഖംമൂടി ഇട്ടിട്ട് ഇതാക്കിയ. അങ്ങനെ സ്റ്റേജിന്റെ അടുത്തേക്ക് അനാൻഷാന്റെ ഉമ്മ ഉണ്ട്. ഉമ്മ, സുഹൃത്തുക്കളെ ഭാര്യമാർ, നമ്മളെല്ലാവരും ഒരു കാറിൽ ഇരുന്നിട്ട് പിന്നെ പർദ്ദ ഇട്ടിട്ട് പോയി. അതിനവിടെ സ്റ്റേജിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞേരം സ്റ്റേജിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പർദ്ദ വരുന്നത്. അന്നേരമാണ് അനാൻഷ പറയുന്നത്, ഞാൻ ഒരു സർപ്രൈസ് തരട്ടെ ചോദിച്ചു. അന്നേരം അവര് പറയുന്നുണ്ട് സീനത്താനെ കൊണ്ടുവരുമോ. ഞാൻ കേൾക്കുന്നുണ്ട് അത്. അനാൻഷ സീനത്താനെ കൊണ്ടുവരുമോന്ന് ചോദിക്കുന്നുണ്ട്. പറയലും എന്റെ കയറ്റും എൻട്രി. ഞാൻ കണ്ട് അനാൻഷ കൈ പിടിച്ച് അങ്ങ് സ്റ്റേജിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ആ ഒരു സീനത്ത് ആ ജനങ്ങളുടെ വിളി. അല്ല, അവരാണല്ലോ നമ്മളെ പാട്ടാറാക്കണേ, നമ്മളെ കുടുംബക്കാരല്ലല്ലോ. നമ്മള് സാധാരണ എന്ന് വെച്ചാൽ സാധാരണ നമ്മളെ കുടുംബക്കാരല്ല, നമ്മുടെ ഈ പോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരാധകർ, അവരാണ് നമ്മളെ പാട്ടുകാരാക്കണേ. ഇപ്പൊ ഈ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്തും അല്ലെങ്കിൽ വലിയ പെരുന്നാളിന് ചെറിയ പെരുന്നാളിനൊക്കെ കുട്ടികൾ ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്ന പാട്ട് ഈ ബീവി ആയിഷയുടെ പാട്ടാണ്. ആയിഷ ബീവിയുടെ പാട്ടാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് അതിന് ശേഷം പിന്നെ അതിനോട് ചേർന്ന് വന്ന മനതാരിലും അതിനുശേഷം വന്ന്, പിന്നെ ചുറ്റുപാട് പെൺമണിമാർ ഒത്തുകൂടി അത് വന്ന്, പിന്നെ ഏതാണ് ഇപ്പൊ ഉണ്ട് 3 പാട്ട് പിന്നെ ഇതായിട്ട്. പിന്നെ എൻ്റെ ഞാനും മോളും മരുമകനൊക്കെ അഭിനയിച്ചൊരു റീൽസ് വന്നത്, അത് താൽബോയ്സ് ആണ് ഇട്ടത്. താൽബോയ്സ്. പിന്നെ അടിപൊളി സീനത്ത് ബീവി ആയിഷ ഒന്ന് പാടാവോ ഞങ്ങൾക്ക് വേണ്ടിട്ട്? വേണോ? 4 പേര് വരെ. 4 പേര് മതി. ആയിഷ ബിബിയാൾ മുഞ്ചിൽ ചമൈന്താന് ആനന്ദമേകുന്ന മുന്തും ലിബാസുകളെ പട്ടാരയുള്ളൊരു പൈജാമു ജുബേ പുള്ളിക്കരയുള്ള കസവിന്റെ തട്ടവും കൈവീരൽ തന്നിലിൽ മോതിരമിട്ടാനെ കൈത്തണ്ടാലെങ്കുന്ന പല വളയിട്ടാൽ മിനുമിന്നും മിന്നുന്ന കൗതുക പൂവാള മാണിക്യക്കല്ലാലേലെങ്കുന്ന കുറിവാള. ഞാനേ ഒരുപാട് ദിവസങ്ങളായി ഒന്ന് ഉറങ്ങിയിട്ട്. കാരണം ഇന്നലെ താജുദ്ദീൻ വടകരന്റെ കൂടെ കാനങ്ങാടായിരുന്നു. മെന്നാന്ന് പിന്നെ പെരുന്നാളിന്റെ ഹൈലൈറ്റ് മാളിലായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരു ദിവസം എനിക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ലീവ് ഇത് കിട്ടിയിട്ടുള്ളൂ.
ഇത് ഇതായതുകൊണ്ട് നോമ്പായതുകൊണ്ട് ആ ആ ദുൽഹജ്ജിന്റെ തലേന്നുള്ള ഇപ്പൊ ഈ ഉറക്കം നമുക്ക് ഇല്ലാതിരിക്കുമ്പോൾ ശബ്ദത്തിന് വല്ലാണ്ട് ബാധിക്കും. എങ്കിലും ഈ ഏറ്റെടുത്ത പരിപാടിക്ക് പോവാതിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഏറ്റെടുത്ത പരിപാടിക്ക് പോണത്. ഇന്ന് ഉണ്ട് നാദാപുരം. ഈ പരിപാടികൾക്ക് പോകുമ്പോ കൃത്യസമയത്ത് അവിടെ എത്തണം എന്നുള്ളത് നിർബന്ധമുണ്ടെന്ന് അത് കേട്ടിട്ടുണ്ട്. നിർബന്ധല്ലേ? പിന്നെ പറഞ്ഞ പൈസ 1 രൂപ പോലും കുറയാതെ കിട്ടണമെന്ന് നിർബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മറ്റെന്തൊക്കെയാ നിർബന്ധങ്ങള്? പറഞ്ഞ പൈസ ഒരു രൂപ പോലും ഞാനൊരു കാര്യം പറഞ്ഞിനോ ആ അത് പറഞ്ഞത് തന്നെയാണ്. ആ ആ ആ അതില് ഇനിയിപ്പോ ഇനി എന്ത് തന്നെയായാലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നെ പൈസ എടുത്ത് ബുക്ക് ചെയ്യണ്ടുള്ളൂ. ഉം, ഉം, ഇല്ലെങ്കിൽ വേണ്ട, ഉം. നിങ്ങൾ എന്നെ ഒഴിവാക്കിയേ. ഇത് ഒരു അഹങ്കാരമായിട്ട് അല്ല ഞാൻ അല്ല പറയണേ. അല്ല അല്ല. അതായത് ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ച ഒരുപാട് വേദനകളുണ്ട്. ഉം, ഉം. എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെക്കാളും കുറച്ച് ഈ അടുത്ത കാലത്ത് വന്ന ആൾക്കാർ പോലും എന്റെ മുമ്പിൽ വെച്ചിട്ട് വളരെ ഇതായിട്ട് പൈസ ഒക്കെ ചോദിച്ചു വാങ്ങിയും ഒന്നും വിട്ടുകൊടുക്ക ഒന്നും ഞാൻ ഈ ബലം പിടിച്ചിട്ടില്ല. ഓ പറയില്ല. ഓ ഓ ഗൾഫിൽ ഒരു പരിപാടിക്ക് മാർക്കോസ് ഏട്ടന്റെയും ഞാന് ഫസീൽ താത്ത നമ്മളൊക്കെ ഒരു പരിപാടിക്ക് ഗൾഫിൽ പോയപ്പോ അൽനാസ് റിസോർട്ടിൽ പ്രോഗ്രാം നടന്നു. അന്ന് ഞാൻ വന്നപാട് മൂസക്ക ആ പീർക്ക ആ ഞാൻ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. ആ വന്നപാട് പിന്നെ ഇങ്ങനെ ഒരു ഗായകൻ, ആളെ ആ, പേര് പറയുന്നില്ല, അവർക്ക് അന്ന് ഒരു സ്റ്റേജിന് 1,00,000 രൂപയാണ് എന്ന് പറഞ്ഞ് സ്റ്റേജ് കയറുന്നില്ല. അപ്പം അത് ഇവർ ഈ പൈസ പിന്നെ നേരത്തെ കയറുന്നതിന്റെ മുന്നേ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അൽനാസർ ഇസ്ലാമിലെ പോലത്തെ സ്ഥലം എന്ന് വെച്ചാൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടുത്തെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവർക്കും കണക്ക് കൂട്ടി അവിടുത്തെ പൈസ എടുത്ത് ചെലവായത് ശേഷം ഇവർക്ക് കൊടുക്കുള്ളൂ, ഓ ഓ ഓ ഓർഗനൈസർമാർക്ക്. ഓ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇന്ന് തരും, അല്ലെങ്കിൽ നാളെ തരും, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് തരും. ഉം, പക്ഷേ ഈ കക്ഷി കയറിയില്ല. മുസക്കാക്കാരെ ആ പേർക്ക് അവരിൽ മരിച്ചുപോയി. ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ബീന ആന്റണീന്റെ ഭർത്താവ് മനോജ്, ഉം, ഉം, നമ്മളെല്ലാന്നും. ഫസീൽ താത്താവ് മരിച്ചു. അപ്പം ഇവര് കയറാതിരുന്നപ്പോ എന്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് സ്വർണ്ണം ഇട്ടിട്ടാണ്. ഉം, ഉം. ഞാൻ എൻ്റെ എല്ലാ സ്വർണ്ണവും ഊരിയിട്ട് അവരെ കയ്യിൽ കൊടുത്തു. സ്റ്റേജിൽ കയറാൻ പറഞ്ഞു. അന്ന് എനിക്ക് ഈ ബുദ്ധിയൊന്നും ഇല്ല. പാട്ടിൽ ഞാൻ വരുന്നേ ഉള്ളൂ. ഞാൻ അവർക്ക് കൊടുത്ത് അയാൾ കയറിഞ്ഞ് അതിന്റെ ഓർഗനൈസർ. ഓർഗനൈസർ. ഇത്രയും ഞാൻ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരാളും ഈ ഹെൽപ്പ് തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ ഈ കക്ഷി പറഞ്ഞ് സ്വർണം വാങ്ങണ്ട, കയറിക്കോളാം പറഞ്ഞു. അയാൾ ജ്യേഷ്ഠനാണ് കയറാൻ വിടാതാക്കിയ. ആ ആ അയാൾ പാവാണ്. അയാൾ പറയുന്നുണ്ട് ജ്യേഷ്ഠനോട്, എന്തിനാണ് ഈ മത്സരപ്പെടുത്ത, അവർ തരും. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമിന് പോയി. ഉം. ആ സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ നമുക്ക് അല്ലേയില്ല. അയ്യോ ഏട്ടനെ അയക്കൂല പൈസ കിട്ടാതെ. ഞങ്ങളൊക്കെ പോയി, കയറാൻ വിടൂല. ഇയാളെ പേരിലാണ് പ്രോഗ്രാം നടക്കണേ. ആളെ പേര് പറയില്ലേ, അദ്ദേഹത്തിന്റെ പേരിലാണ് പ്രോഗ്രാം നടക്കണേ. അപ്പോൾ നമ്മളെല്ലാം വന്നിട്ടില്ല, അത്രയല്ലേ ആയിട്ടുള്ളൂ. റംല വിഗീത്തിന്റെ പാട്ട് പാടുന്നതുകൊണ്ടാണ് എനിക്കൊരു പുതുമ. ഉം, ഞാൻ അവിടെ കയറിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ആക്സിഡന്റ് ആയി എന്ന് പറയുന്നു പറഞ്ഞു. ഉം. കാരണം ഇത്രയും ജനം ഗാലറിയിൽ ബോൾ കളി കാണാൻ ഇരിക്കണ പോലെ ആൾക്കാർ ഇരിക്കണേ. ഞാനും അങ്ങനെ സ്റ്റേജിൽ കയറി പറഞ്ഞു, കാരണം ഇതൊരു ആക്സിഡന്റ് ആണല്ലോ. അതെ അതെ അതെ. ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയിട്ട് നമ്മൾ ഇതിന്റെ ഓർഗനൈസർമാരെ കാര്യങ്ങൾ നേരത്തെ എഗ്രിമെന്റ് ആക്കണോ, ആ അല്ലാണ്ട് ഇതൊരു ആക്സിഡന്റ് അല്ലേ. അതെ അതെ ഞാൻ അതെ. പറഞ്ഞ അതേ ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്, ഇന്ന് ഹോസ്പിറ്റലിൽ ഉണ്ട്. എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞു ആവുന്ന സാരിയില്ല, നിങ്ങൾ പാടിക്കോ പറഞ്ഞു. നമ്മള് പാടി. പരിപാടി ഞാൻ പോയിട്ട് ഗംഭീരായി. അടിപൊളി പേര്, എനിക്ക് എത്രയോ പൈസ കിട്ടിക്കണ് സ്റ്റേജിൽ. അന്ന് ഇന്നലെ പറഞ്ഞ പാട് പൈസ ഒക്കെ കിട്ടും, പിന്നെ സ്വർണം കിട്ടും. അന്ന് അങ്ങനെയാണ്. പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ തുടക്കത്തിലെ ഒരു സ്ഥലത്ത് എവിടെയും ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് വരെ ഒരാളും പറ്റിച്ചിട്ടില്ല. സമ്മതിക്കില്ല അല്ലേ ഇത്? സമ്മതിക്കുന്നില്ല. അവര് നല്ല പോലെ വന്നിട്ട് നമ്മളവരെ ശ്രദ്ധിക്കുമല്ലോ. ആ അവര് എന്ത് വിജയിച്ചിട്ടുണ്ടോ പരാജയപ്പെട്ടിട്ടുണ്ടോന്ന്. അവരിത് പരാജയം എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ വാങ്ങാണ്ട് പോയിട്ടുണ്ട്. ഓ എന്നെ മാത്രം വെച്ചിട്ടല്ല, ആ ആ വല്ല നല്ല പാട്ടാറ് വെച്ചിട്ട്. പക്ഷെ മറ്റുള്ളവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങാതെ പോയിട്ടുണ്ട്. ഓ ഓ ഓ ഓ. എനിക്ക് ആ സങ്കടം കാണാൻ പറ്റൂല. പക്ഷെ അവര് വിളിച്ച് ഞാൻ പറഞ്ഞുതരാം. ദുബായില് ഞാൻ പള്ളി നമ്മളെ ഫാദർ അച്ഛനില്ലേ, ആ ഞാന് ഫാദർ അച്ഛൻ അഫ്സലി, ഞങ്ങൾ ഒരുപാട് സിന്ധു പ്രേംകുമാർ, ഞങ്ങൾ ഒരുപാട് ആള് ഒരു പെൺകുട്ടിയില്ലേ, ഒരു മീനിന്റെ എന്താ ഹനാന ആ ഹനാന ഹനാന. ഹനാന ആദ്യമായിട്ട് ദുബൈയിൽ വന്ന് നമ്മളെല്ലാരും ഉണ്ട്. ആ അങ്ങനെ പ്രോഗ്രാമിന് പോയപ്പോ നമ്മൾ 5-6 സ്റ്റേജ് കഴിഞ്ഞു. ആ പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ട് ഇദ്ദേഹം വളരെ പരാജയത്തിലേക്കായി പോണെന്ന്. ആ ആ ആ. പക്ഷെ ഒരു എക്സ്ക്യൂസും ഒരാളും പിന്നെ എല്ലാവർക്കും കുറച്ച് കൊടുത്തപ്പോ ഒന്നും ആരൊന്നും പറ്റില്ല, തിരിച്ച് കൊടുക്കാത്ത ആളും ഉണ്ട്. ആ കഴിയുന്നില്ല, ആ ആ. നിങ്ങൾ പോയിക്കോ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. എത്രയോ പ്രാവശ്യം ഒരു പരിപാടി കൊണ്ടുപോയ ആളാണ് ഉം, ഈ മനുഷ്യൻ. അൻസാർ കൊയിലാണ്ടി എന്നാണ് ആ കൊണ്ടുപോയ മനുഷ്യന്റെ പേര്. ഉം, ഉം, ഉം. ഞങ്ങളിൽ എത്രയോ പ്രാവശ്യം അദ്ദേഹം കൊണ്ടുപോയി, ഞങ്ങൾക്ക് എത്രയോ പ്രാവശ്യം
ഒരു പ്രാവശ്യം പോലും ഞങ്ങളെ പൈസ തരാതെ അയച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പൈസയൊന്നും വേണ്ട, എൻ്റെ ടിക്കറ്റ് ഇങ്ങനെ തന്നെ, എനിക്ക് നാട്ടിൽ പ്രോഗ്രാം ഉണ്ട് പോവാണ്. ഇദ്ദേഹം ഭയങ്കര സാമ്പത്തിക നഷ്ടം വന്ന് അദ്ദേഹത്തിന്റെ ഇവിടെ വീട്ടില് സ്ഥലമൊക്കെ വിറ്റിട്ട് ഒരുപാട് പ്രോഗ്രാമിന്റെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ഞാൻ ഇങ്ങനെ വന്ന് ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു റമദാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് എന്നുണ്ട് ഇദ്ദേഹം വിളിക്കുന്നു, അക്കൗണ്ട് നമ്പർ അയച്ചു വെച്ചിട്ട്. ഞാൻ പറഞ്ഞു എന്തിനാണ്? അതാ പൈസ അയക്കണം. അവര് വേണ്ട അഞ്ചാർക്കാ, കുറെ നാളായില്ല, സാരിയില്ല മോളെ, എന്നെ എല്ലാവരും, എന്നെ ഒരുവിധ ആളൊക്കെ, ആളെ പേര് പറയുന്നില്ല, എന്നെ ഫേസ്ബുക്കിൽ ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഇതാക്കി. പക്ഷെ നീ മാത്രടി എന്നെ ഒന്നും ചെയ്യാണ്ട്. ഞാൻ സാരിയില്ലെന്ന്, എല്ലാവരും ഉപജീവന മാർഗമല്ലേ അനുസരിക്ക, അവർക്കൊന്ന് സാമ്പത്തികമായിട്ട് വലിയ അങ്ങോട്ട് ഒന്നും വരുന്നൊന്നല്ല. നമ്മൾ ഈ ഒരു പ്രോഗ്രാം അല്ല കേട്ടാ, പല പാട്ടാറുണ്ട്. അല്ലാണ്ട് നമ്മൾ ഈ പോയ കുട്ടികൾ മാത്രല്ല. എന്റെ പൈസ വേണ്ട പറഞ്ഞ അദ്ദേഹം കേട്ടില്ല, എനിക്ക് പൈസ വെച്ചു. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോ മനതാരിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുമ്പോഴും സീനത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും ഇല്ല. എനിക്ക് അറിയില്ലാന്ന്, ഫേസ്ബുക്ക് അറിയില്ല. അന്നില്ലേ പ്രോഗ്രാമിന് പോയാലേ ആളും അറിയോ മെൻഷൻ ചെയ്യണം. പിന്നെന്താണ് കൊളാമ്പി? ഞാൻ പറയും കൊളാമ്പി മെൻഷനിൽ പറഞ്ഞു, എനിക്കറിയില്ലേ മനുഷ്യനും കൊളാമ്പിനും ഒന്നും. എനിക്കറിയില്ല ഇതിന് ഈ വയസ്സാം കാലത്താ. അല്ല ഇപ്പൊ തന്നെ പറയുന്നുണ്ട് എന്താണ് പെണ്ണിന് 64 വയസ്സായി, പെണ്ണ് ഇപ്പോഴും പൊളിയാണ്. എനിക്ക് 64 വയസ്സൊന്നും ആയിട്ടില്ല. ഇത് ഇത്താത്തക്ക് തന്നെ 60 വയസ്സാവുന്നേ ഉള്ളൂ, മൂത്ത് ഇത്താത്തക്ക്. പിന്നെ എങ്ങനെ എനിക്ക് 64 വയസ്സ്? പക്ഷെ അതില് ഞാൻ പിടിച്ചിട്ടുണ്ട്. 64 വയസ്സ് പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ ഡാൻസ് അടിച്ച് പാടുന്നുണ്ടല്ലോ. മനതാരിലൊന്ന് പാടോ? ശബ്ദത്തിന് ചെറിയതുണ്ട്, ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കാ ശരിയാവുള്ളൂ. മനതാരിലാണിന്നല്ലോ അബൂബക്കറ്, മനവിയിൽ പുതു ഭത്തയുരത്ത് ചൊങ്കിൽ. മനതാരിലാണിന്നല്ലോ അബൂബക്കറ്, മനതിയിൽ പുതു ഭർത്തയുരത്ത് ചൊങ്കിൽ. ഉരകേട്ടുടനെ പള്ളി പിരിച്ച് ഊമയിടണ്ടും കെട്ടിപ്പിടുത്ത്, ഉരകേട്ടുടനെ പള്ളി പിരിച്ച് ഊമയിടണ്ടും കെട്ടിപ്പിടുത്ത്. പിടുത്തത്തെ പിടി വിട്ട് പടിയകത്ത്, പിരിശപ്പു കനി മുള്ളക്കാരം പീഡിത്ത്. പിടുത്തത്തെ പിടി വിട്ട് പടിയകത്ത്, പിരിശപ്പു കനി മുള്ളക്കാരം പീഡിത്ത്. വൈകുന്നേരം അതിന് മൈക്കിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ് ഞാൻ ഉഷാറാവുള്ളൂ. അതുവരെ ഈ ചടഞ്ഞ മാതിരി തന്നെ ഉണ്ടാവുള്ളൂ. ഈ ഓരോ പാട്ട് പാടുമ്പോഴും ചെറിയ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, കൈകൊണ്ടും ശരീരം കൊണ്ട്. ഇതിനെന്തെങ്കിലും മുമ്പ് പ്രാക്ടീസ് ചെയ്യോ, കൊറിയോഗ്രഫി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റേജ് വരുമ്പോ അപ്പൊ തോന്നുന്നു ഞാൻ ഒന്നും ചെയ്യൂല. ഞാൻ പണ്ട് ഈ പാട്ട് രംഗത്ത് ഇറങ്ങിയപ്പോഴേ പാടുമ്പോ ഒന്ന് കൈയോടും കാലോടെ കഴുകി കളിക്കണ ആളാണ്. പക്ഷെ ഇപ്പോഴാണ് ഒന്നും കൂടി. എന്റെ വീട്ടിൽ നിന്ന് വരുമ്പില്ലേ എന്റെ മോളും അവര് പറയും ഡാൻസ് കളിക്കണ്ടേട്ടാ, ഡാൻസ് കളിക്കാണ്ട് പാടണം, പോയി പണിയൊക്കെ പറയും. ഞാൻ പറയും നിങ്ങൾ ആരൊന്നല്ല എന്നെ പാട്ടേർത്തിയാക്കിനി, ഞാൻ ഡാൻസ് കളിച്ചിട്ട് പാടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാരും ഏറ്റെടുത്തില്ലേ ആ പാട്ട്. അതായത് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മ മാപ്പിളപ്പാട്ട് പാടി നമ്മളെ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ആളെ ശരിക്കും നമ്മളെ ഇതറിയുള്ളൂ. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലേ നമ്മള് വരുമ്പില്ലേ നമ്മള് ഇനി ആരെങ്കിലും എന്താണ് പോലീസുകാരപ്പെട്ട ആളിൽ നമ്മളെ ട്രെയിനിൽ കാണില്ല ഒക്കെ ഫോട്ടോ എടുക്കും. അത് മാത്രല്ല നമ്മ പറയാൻ പറ്റുമെന്നറിയില്ല, നമ്മളിപ്പോ ഒരേ ജാതി ഒരേ മതം ഒരറ്റ നെറ്റിയിലെ പൂക്കളം എല്ലാവരും. നമുക്കിടെ ജാതി മത ഭേദമൊന്നുമില്ല. എൻ്റെ വീട്ടിന്റെ അയൽവക്കത്ത് എൻ്റെ നേരപ്പുറം എൻ്റെ ശശിയേട്ടൻ, എൻ്റെ ശശിയേട്ടൻ ആ ഭാഗത്തുള്ളത് കൊണ്ടാണ് എൻ്റെ വീട് ഇത്ര നല്ല സുരക്ഷിതമായിട്ട് പോണേ. എൻ്റെ നേരെ പിറകിൽ എൻ്റെ ശാന്തേച്ചി, എൻ്റെ ശാന്തേച്ചി ഉള്ളത് കൊണ്ടാണ് എൻ്റെ വീടിന് ഒരു കുളിർമ ആ ഭാഗത്ത്. അപ്പം നമുക്ക് ജാതി മതമൊന്നുമില്ല. എങ്കിലും അന്നേരം ഒന്നും ഇങ്ങനെ മുസ്ലിം അല്ലാത്തവര് അങ്ങനെ ഒരു എന്നില്ല. പക്ഷെ ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നതും എന്നെ തിരിച്ചറിയുന്നതും അവരാണ്. കോളേജ് കുട്ടികളൊക്കെ അവരെല്ലാം ഇടയിൽ ഇറങ്ങി വരുമ്പോ ഞാൻ ആരോ വലിയ ആള് വരണമായിരുന്നു. പിന്നെ ഒന്ന് ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഇനി ഇറങ്ങാൻ വിടുന്നില്ല. അവരറിഞ്ഞ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്നാല് ഇവിടെ വേറെ എന്തൊക്കെ സംഭവിക്കും അറിഞ്ഞു. അപ്പിക്ക് പേടി. അവര് ബ്ലാക്ക് ഒക്കെ ഇട്ട് അവരില്ലേ അവരെല്ലാം ഇറക്കിക്കണേ. അപ്പൊ തിരിച്ചു വരുമ്പോ അടുത്ത എല്ലാ സെക്യൂരിറ്റിമാരും ഇറക്കി. ഇനി ഫോട്ടോ എടുക്കാൻ വിട്ടാല് അവരെന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞു. എന്നിട്ട് അന്നേരം ഞാൻ ചെയ്യുന്നു, പണ്ട് ഞാൻ മമ്മൂട്ടിനെ മോഹൻലാലിനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ ഞാൻ തന്നെ ആയോ. ഇങ്ങനെ ആയിരിക്കും അല്ലേ ജനങ്ങളെ ആരാധന. വീഡിയോ ഷൂട്ട് ചെയ്യണതും എഡിറ്റ് ചെയ്യണതും എന്നെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാലൊക്കെ ഞാൻ പറയും മോളെ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പൊ അനാൻ ഷാന്റെ ഒക്കെ പാട്ടോട് ഇപ്പൊ ഒരു ട്രോളർ കണ്ടില്ലേ, വളരെ മോശമായിട്ട്. ശരിക്കും എനിക്ക് പറയുകയാണെങ്കിൽ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് അതിനുള്ള എന്നോട് പാട്ടിൽ ഒരുപാട് ആൾക്കാർ വിളിച്ചു പറഞ്ഞു സീനത്ത് അത് ചെയ്യ്, നിങ്ങളത് ഞാൻ പറഞ്ഞു എന്തിന്, അവര് കുടുംബം ജീവിക്കട്ടെ. ഞങ്ങളെ ഇങ്ങനെ ഞങ്ങൾ മാനം മര്യാദയിൽ പണി. ഞാൻ എൻ്റെ ഡ്രസ്സിങ്
ഞാൻ ഒരാളെ ഇതിലും എൻ്റെ ഡ്രസ്സിന് ഒരു കുറവ് വരുത്തിയിട്ടോ ഇസ്ലാമികപരമായിട്ട് അല്ലാത്തൊരു ഇതിൽ ഞാൻ പാട്ട് പാടുമ്പോൾ ഒന്ന് ഡാൻസ് കളിച്ചെന്നുള്ളതാണ്. അല്ലാതെ തലി തുണി ഇടാതെ കണ്ടോ എല്ലാം എൻ്റെ അവയവങ്ങൾ കാണിച്ചിട്ടൊന്നല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അവർ കളിച്ചോട്ടെ. പക്ഷേ ഈ ഒരു എന്നെ ട്രോൾ ചെയ്ത് കൊണ്ട് അവരെ കുടുംബം ജീവിക്കുന്നുണ്ട്. അത് സൈബർ സെല്ലിലൊക്കെ പോയിട്ട് അവർ കൊടുത്തിട്ട് അവർ പേരിൽ നടപടി എടുത്തതിന് അവർക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ? അത് ചെയ്ത പടച്ചവൻ എന്ന് പറഞ്ഞ ശക്തി മേലാണ്. നമ്മൾ ആർക്ക് വിട്ടു കൊടുക്കാം? അള്ളാഹ്ക്ക് വിട്ടു കൊടുക്കാം. അത് കണ്ടിട്ട് കുറെ ആൾ ചിരിക്കും. ഇപ്പൊ സാധാരണ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇപ്പൊ പുറത്തൊക്കെ ഉള്ള സിംഗേഴ്സ് തന്നെ ഇപ്പൊ അവരുടെ മതവിശ്വാസമൊക്കെ എന്തായിക്കോട്ടെ, അവർ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അവര് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നിക്കുന്ന ഭയങ്കര രസമുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ടാ ചെയ്യാം. അതൊരു പക്ഷെ ഇത്ത ചെയ്യുമ്പോ ഇത്തയുടെ ഇപ്പൊ തലമൊത്തം മൂടി പർദ്ദ ഇട്ട് അങ്ങനെയൊക്കെയാണ്, അതായത് ആ മതവിശ്വാസം അതുപോലെ നിലനിർത്തിയിട്ട് അത് ചെയ്യുന്നത്. ചെയ്യുന്നുണ്ട്. എന്താ അത് അത്രയും നിഷ്ഠയോട് കൂടിയിട്ട് അത് കൊണ്ടുവരാനും അത് കൊണ്ടു നടക്കാനുള്ള കാരണം എന്താണത്? അതായത് ഞാനൊരു മുസ്ലിം അല്ലേ, ഞാനൊരു ഇസ്ലാമല്ലേ, എനിക്ക് എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്ന പാഠങ്ങളില്ലേ, എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ പഠിപ്പിച്ചേ, ഞാനൊരു പാട്ടുകാരിയായി എന്നുള്ളത് എൻ്റെ തെറ്റല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എൻ്റെ ഉമ്മക്ക് 4 പെൺകുട്ടികളാ. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മൾ 4 മക്കളെ വളർത്തിന് എൻ്റെ ഉമ്മിപ്പയോ. ഞങ്ങൾ കാലങ്ങളോ വർഷങ്ങളോ നമ്മൾ വാടക വീട്ടിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സ്വന്തമായിട്ടൊരു വീട് പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ഇതിലാണ് ഞങ്ങളിപ്പം ഉമ്മി ഉപ്പില്ല, ഞങ്ങൾ മക്കൾ നന്നായപ്പോൾ ഉമ്മി ഉപ്പില്ല. പക്ഷെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് പിന്നെ ഇതായിട്ട് വന്ന് ആ ഒരു എന്താ പറയുക തലീത്തട്ടം നമ്മുടെ ഇസ്ലാമിന്റെ മുദ്രയാണ് തലീത്തട്ടം. പിന്നെ ഇപ്പോഴത്തെ അത് കുട്ടികളല്ലേ, അവർ ഓരോരാൾക്കും ഓരോരോ ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടത്തോലെ അവര് ജീവിക്കട്ടെ. പുതിയ കുട്ടികളെ അങ്ങനെ ഉപദേശിക്കാൻ പോകാറൊന്നുമില്ല. എന്തിനേ നമ്മൾ ഉപദേശിച്ചു? അങ്ങനെയൊന്നുമില്ല. ആരും ഞാൻ എനിക്ക് എൻ്റെതായ ഒരു പ്രായപൂർത്തി എത്തിക്കാൻ എനിക്കറിയാം ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന്. അതാരും നമ്മൾ അപ്പുറം ഉപദേശിച്ചിട്ട് ചെയ്യേണ്ടതല്ല. നമുക്കറിയാം എന്താണെന്നുള്ളത്. പിന്നെ നമ്മളെന്തിനു ഉപദേശിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഫസീൽ താത്ത ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വന്ന ഒരാളാ. എൻ്റെ ഫസീൽ താത്ത മരിക്കോളം വളരെ അടക്കത്തിലും ഒതുക്കത്തിലും നിന്ന് ഫുൾ കൈയും തലയിലും ഇജാബ് ഇട്ടിട്ട് പാടി എൻ്റെ ഫസീൽ താത്തക്ക് മരിക്കുന്നവരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഇസ്ലാമിയത്തെ നിലനിർത്തിക്കൊണ്ടാണ് എൻ്റെ ഫസീൽ താത്ത മരിച്ചത്. ഒരു തലയിൽ തട്ടിന്ന് ഇട്ടെന്ന് വിചാരിച്ചിട്ടും ഫുൾ കൈ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒരു പരിപാടിക്ക് വിളിക്കാതിരുന്ന എല്ലാ മതവിഭാഗക്കാരും എൻ്റെ ഫസീൽ താത്ത ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരു മതക്കാരും വേദനിപ്പിച്ചിട്ടില്ല. എല്ലാവരോടും എന്നും സ്വന്തം കുടുംബത്തിനോട് ബ്രദറോടൊക്കെ സഹോദരനോടൊക്കെ എന്ത് സ്നേഹമായിരുന്നു. ഞങ്ങൾ ഒന്നായിട്ട് പോവുകയും വരികയൊക്കെ ചെയ്യുമല്ലോ. എൻ്റെ ഫസീൽ താത്ത എന്നും ഞാൻ അനിയത്തിയ. കാരണം വെച്ചാ എന്നും ഒന്നിട്ടൊന്നരാടം വിളിച്ചിട്ട് വേദനകൾ പറയുന്നത് എന്നോടായിരുന്നു. നന്മയായാലും തിന്മ എന്തെങ്കിലും ഒരു വേദന വന്ന് അപ്പൻ ഏത് പാതിരാക്കും വിളിക്കും, എടീ സീനത്തെ ഇങ്ങനെയാണെന്ന് പറയും. ഞാൻ പറയും ബേജാറാണ്. അപ്പം എന്നോട് ചോദിക്കും, എടീ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ പറയും ഇങ്ങനെ പിന്നെ ഒന്നും എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇന്ന് ആയത്ത് ഓതിയിട്ട് ഊതി വെക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും. അതുപോലെ തന്നെ എന്നെ ഏറ്റവും ഇഷ്ടം തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നതുകൊണ്ട് അല്ലാ അത് ഭയങ്കര ഒരു ഇതാണ് സിൽത്താത്തക്ക്. നമ്മളെ ഓരോരാളുടെ മതവിശ്വാസങ്ങളും മുറുക്കെ പിടിച്ച് ഹിന്ദു കുട്ടികള് അവര് നല്ല രസത്തിൽ അമ്പലത്തിൽ പൊളിച്ച് അമ്പലത്തിൽ പോയി പൊട്ട് തൊട്ട് തലയിൽ നല്ല തുളസി കതറൊക്കെ ഇട്ടിട്ട് എന്ത് രസമാണ് അവരെ കാണാൻ. ഓരോ മതവിഭാഗക്കാർക്കും അവരുടേതായ ഓരോ ഇതുണ്ട്, ആചാരങ്ങളുണ്ട്. അതൊന്നും ഒരു പാട്ടിന് വേണ്ടി പണയം വെക്കാനുള്ളതല്ല. നമ്മള് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഞാൻ പാട്ട് പാടും. ഇനിയിപ്പോ ആര് പാടണ്ട പറഞ്ഞാലും കളിക്കണ്ട പറഞ്ഞാലും കളിക്കും. കാരണം അത് ഡാൻസ് അല്ല, അത് പാട്ടിനോടുള്ള ഒരു ആവേശമാണ്. അപ്പൊ ഞാൻ പാടി കളിക്കുമ്പോ എന്റെ കൂടെയുള്ള ചേർന്ന് അവര് നമ്മൾ പാട്ടിന്റെ അവിടെ പോയിട്ട് ഇരിക്കണം എന്തിനാ? എന്നാ പിന്നെ അതിനാ ഉറുദിക്കറ്റ പോയിക്കൂടെ? പാട്ടിന് വരണ പാട്ടിനോടത് അടിച്ചു പൊളിക്കാനാണ്. അതുപോലെ പ്രവാസികള് ഗൾഫിലെത്തിക്കഴിഞ്ഞാ എന്തോ ഒരു സ്നേഹമാണ്. ഇന്ന് പിന്നെ ഫുള്ള് പാട്ടാറായില്ലേ. അന്നലെ പോയിക്കനെ എത്ര സാധനങ്ങളൊക്കെ കിട്ടും. അവസാനമായിട്ട് ഒരു പാട്ട് പാടിയിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടി ഇതാണ് അവസാനം. സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനുറിയും ഏഴഴകോ നീ, സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനുറിയും ഏഴഴകോ നീ, കൽബിലുണരും അറവനമുട്ടും ചന്ദന നിഴലിൻ ചന്ദ്രികയോ, വാദിവഴിയിൽ പുതുമണവാളൻ നിന്നെയുമോർത്ത് കഴിയുകയോ, സുറുമയെഴുതും സുന്ദരിയോ നീ, കസവിനുറിയും ഏഴഴകോ നീ, സുറുമയെഴുതും സുന്ദരിയോ നീ,
കസവിനുറിയും ഏഴഴകോ. അതുപോലെ തന്നെ എനിക്ക് ഈ സമയത്ത് ഓർമ്മിക്കാനുള്ളത്, ഞാൻ പാട്ടുകാരൊക്കെ പറഞ്ഞു, എന്നെ വളർത്തി വലുതാക്കിയ വിയൻകുട്ടി മാഷ്, അസീസ് തായ്നേരി, മൂസക്ക, പീർക്ക, പിന്നെ അതുപോലെ ഫസീൽ താത്ത, ഇവരെല്ലാം ആണെങ്കിൽ ആണ് ഞാൻ പറഞ്ഞു. പറഞ്ഞാൻ വിട്ടുപോയത് എൻ്റെ പിന്നെ 2 ഭർത്താക്കന്മാരെ കുറിച്ചിട്ട്. ഒന്ന് എൻ്റെ ആദ്യത്തെ അബ്ദുൽ റഷീദ് എഞ്ചിനീയർ ഖത്തറിൽ, അതെന്നെ വിയൻകുട്ടി മാഷ കല്യാണം കഴിപ്പിച്ചത്. എൻ്റെ 2ാമത്തെ ഭർത്താവ്, അദ്ദേഹം മരണപ്പെട്ട 2ാമത്തെ ഭർത്താവ് അബ്ദുൽ കരീം ചങ്ങരംകുളം, അവരെ കല്യാണം കഴിപ്പിച്ചത് മുസക്ക, പിന്നെ അതിൽ നമ്മളെ ബാപ്പു വെള്ളിപ്പറമ്പ്, ഫസീൽ താത്ത, റംല ബീഗം, ഇവരെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്, എനിക്കൊരു ജീവിതം വേണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്നെ അത്രക്കും ഇഷ്ടമുള്ളവരായിരുന്നു അവരൊക്കെ. 2 ഭർത്താക്കന്മാരാ. കാരണം എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കുറവും എനിക്ക് വരുത്താതെ എന്നെ ഏറ്റവും നല്ല സ്നേഹത്തോടെ, എൻ്റെ ഭാഗ്യമില്ലേമ, എൻ്റെ ഭാഗ്യക്കുറവ് എൻ്റെ ആ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയത്. ലോകത്ത് എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീകൾക്കും ഇത്ര നല്ല എല്ലാം കൊണ്ടും ഒത്ത ഒരു ഭർത്താക്കന്മാർ കിട്ടുമെന്ന്. കാരണം അവർ 2ആളെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഒരാൾ ഖത്തറിൽ മരണപ്പെട്ട അവിടെ ഉണ്ട്, ഞാൻ പോകാറുണ്ട് ഖബർ സിയാറത്തിന്. ഒരാളിടെ ചങ്ങരംകുളം. പക്ഷെ എൻ്റെ ഈ ചങ്ങരംകുളത്ത് 2ആളായാലും ഈ ഭർത്താവ് ഏറ്റവും കൂടുതൽ എന്നോട് പറയായിരുന്നു, നീ വലിയൊരാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, നീ ഇതുപോലെ ഒന്നല്ല, ഇനിയും ലോകം മുഴുവനും നീ പാറി പറന്ന് നടക്കണം. പക്ഷെ ഇപ്പം വരില്ല. അതൊരു സങ്കടമാണ്. അവര് കാണുന്നുണ്ടാവും ഈ വളർച്ച. മാതാപിതാക്കളുടെയും ഭർത്താക്കന്മാരുടെയും നഷ്ടം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മ കുറെ ചിരിക്കണ് കളിക്കണ് ഒറ്റപ്പെടലാണ്. അവരെല്ലാം കാണുന്നുണ്ടാവും. സന്തോഷിക്കട്ടെ അവിടെ ഇരുന്ന്. ശരി. ഭർത്താവില്ലാത്ത സ്ത്രീകള്, ഞാൻ എന്നും പ്രാർത്ഥിക്കും, പഠിച്ചോനെ നീ ഒരാൾക്കും വിധവകളെ പേര് കൊടുക്കരുത് റബ്ബേ, അവരെ അനുഭവിക്കുന്ന വേദന. പിന്നെ എല്ലാവരോടുള്ള എൻ്റെ സ്നേഹം, പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ നല്ലൊരു തുക ഞാൻ ദാനധർമ്മത്തിൽ വിടുന്നത്. നമ്മൾ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, അത് ഞാൻ ചെയ്തു കൊടുക്കുന്നത് എന്താണെന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്ന ആൾക്കും എനിക്കും പിന്നെ എൻ്റെ സഹപ്രവർത്തകർക്കും അറിയാം. ഷാഫിക്കായാലും കൊല്ലം ഷാഫിക്കായാലും എന്താണ് സലീമിനായാലും ഏത് കൊടത്തൂര്, അതുപോലെ തന്നെ എൻ്റെ ഫസിൽ താത്ത, രഹന, അവർക്കെല്ലാവരും എൻ്റെ ഏറ്റവും വലിയ ഒരു ഫ്രണ്ടാണ് രഹന. കാരണം ഒരു എന്താ പറയാ, മാപ്പിളപ്പാട്ടിന് അത്രയ്ക്കും തനിതായ നല്ല ശൈലി ഉണ്ടാക്കി കൊടുത്ത ഒരാള് രഹന. ബാപ്പു വെള്ളിപ്പറമ്പ്, ഇന്നും ഞാൻ വലിയൊരു പാട്ടുകാരിയാവണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചുറ്റുപാട്ട ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് 2 പേരുണ്ട്. പിന്നെ മമ്മി സെഞ്ചുറി, ഇബ്രാഹിം പെരുമ്പാവൂര്, ഇവരാണ് എന്നെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. അതുകൊണ്ട് നമ്മളെന്നും ഡാൻസ് കളിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലും നമുക്ക് അനുഭവിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്. അതൊന്നും നമ്മൾ ഈ ട്രോൾ ചെയ്യുന്നവർക്കോ അല്ല നമ്മളെ പറ്റി കുറ്റം പറയുന്നവർക്കോ അറിയില്ല. അവർ പറയുന്ന ആളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പറയുമ്പോൾ എൻ്റെ ഒരുപാട് പാവങ്ങൾ അള്ളാഹു പുറത്തു തരും. എനിക്ക് അത്രയേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.